വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെയിലി 10:30 രാവിലെ ലൈവ് ഡെയിലി 10:30 നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഫാക്റ്റുകളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ റെക്കോർഡ് കാണുന്നവർക്കും നമ്മുടെ ലൈവിൽ കയറുന്നവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ കറണ്ട് അഫേഴ്സ് കാണുന്നുണ്ടവർക്കും അവർക്കും നമ്മുടെ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഉഷാറാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റെയിൽവേ സേവനങ്ങൾക്കായി നിലവിൽ വന്ന ഏകീകൃത ആപ്ലിക്കേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? റെയിൽവേ സേവനങ്ങൾക്കായി നിലവിൽ വന്ന ഏകീകൃത ആപ്ലിക്കേഷൻ ഏതാണ്? ഏകീകൃത ആപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഏകീകൃതം ഒന്നായിരിക്കും. അപ്പൊ റെയിൽവേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റെയിൽ 1 എന്ന് പറയുന്നതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏകീകൃതമാണെന്ന് പറയുമ്പോൾ ഒറ്റ അല്ലെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. ഏകീകൃതമാണ്, എല്ലാത്തിനും കൂടി ഏകീകൃതമായിട്ടുള്ളതാണ്, റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ റെയിൽ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആപ്ലിക്കേഷന്റെ പേര്? റെയിൽ 1 എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റെയിൽവേ സേവനങ്ങൾക്കായി നിലവിൽ വന്ന ഏകീകൃത ആപ്ലിക്കേഷൻ ആണ് റെയിൽ 1 എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 2025 ജൂൺ മാസത്തിൽ പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂൾ, സ്കൂള് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേടാ, 2025 പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂൾ അതുപോലെ തന്നെ സ്കൂള് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം. നമ്മൾ പുകവലിക്കുന്നത് എന്താണ്? നമ്മളല്ല, മറ്റ് പുകവലിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, പുകവലിക്കുന്ന ആളുകള്. അപ്പൊ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്നായിരിക്കും അല്ലെ ഈ പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂള്, സ്കൂള് തുടങ്ങിയ പൊതു ഇടങ്ങളിലൊക്കെ അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് നിന്നായിരിക്കും പുകവലിക്കുന്നത്. ഇനി ഇങ്ങനെ പൊതു ഇടങ്ങളിലൊന്നും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിന്ന് പുകവലിക്കാനൊന്നും പാടില്ല, അതിനൊക്കെ നിരോധനം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ഫ്രാൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫ്രാൻസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2025 ജൂൺ മാസത്തിൽ പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂള്, സ്കൂള് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ഫ്രണ്ട്സുമായിട്ടൊന്നും നിന്ന് പുകവലിക്കാൻ പറ്റൂല. ഇനി പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ. എന്താണ് പുസ്തകത്തിന്റെ പേര്? അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്നതാണ് പുസ്തകത്തിന്റെ പേര്. ഇത് രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീധരൻ പിള്ളയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ശ്രീധരൻ പിള്ളയാണ് രചിച്ചിട്ടുള്ളത്. എന്താണ് പുസ്തകത്തിന്റെ പേര്? അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്നതാണ് പുസ്തകത്തിന്റെ പേര്. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ശ്രീധരൻ പിള്ളയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ കടലിടുക്ക് ഏതാണ്? ഇറാൻ അടച്ചുപൂട്ടിയ കടലിടുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കാണ്. അപ്പൊ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് അല്ലെ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് US നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ ഏതാണ് കടലിടുക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? US ആക്രമണം നടത്തിയപ്പോ ഇറാൻ ഒരു ഹോൺ അടിച്ച് എല്ലാരെയും അറിയിച്ചു. അപ്പൊ എന്താണ്? ഹോർമൂസ് കടലിടുക്ക് അങ്ങ് അടച്ചു എന്ന് ഓർത്താൽ മതി. ഹോൺ അടിച്ച് ഇറാൻ അറിയിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന് ഓർത്താൽ മതി. ഹോർമൂസ് കടലിടുക്കാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കണം. അടച്ചുപൂട്ടിയ കടലിടുക്ക് ഏതാണ്? അത് ഹോർമൂസ് കടലിടുക്കാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. ഇന്ത്യയുടെ ആദ്യമായി സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന ആദ്യ ഓൺലൈൻ ടാക്സി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന ആദ്യ ഓൺലൈൻ ടാക്സി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സഹകരണ സംഘമാണ്. സഹകരണവുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അത് സഹകാർ ടാക്സി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സഹകരണ സംഘവുമായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് പറയാം. അതെന്താണ്? സഹകാർ ടാക്സി ആണ്. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന ആദ്യ ഓൺലൈൻ ടാക്സി ചോദിച്ചാൽ അത് ഏതാണ്? അത് സഹകാർ ടാക്സി ആണ്. സിമ്പിൾ ആണ് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. UN പൊതുസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചത് എന്നാണ്? അന്താരാഷ്ട്ര കർഷക വർഷമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് എന്നാണ്? അത് 2026 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്നാണ് UN പൊതുസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ അത് 2026 ആണ്. ഇനി 2025 ഓരോ വർഷവും UN പൊതുസഭ ഒരു പ്രത്യേക വർഷമായിട്ട് ആചരിക്കാറുണ്ട് അല്ലെ. അപ്പൊ 2025 എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഹിമാനി സംരക്ഷണ വർഷമാണ്. അതുപോലെ തന്നെ സഹകരണ വർഷവും 2025 ആണ്. എങ്കിൽ 2024 എന്തായിരുന്നു? ഒട്ടക വർഷമായിരുന്നു. 2023 ചെറുധാന്യ വർഷമായിരുന്നു, മില്ലറ്റ് ഇയർ ആയിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും 2025ഉം 2024 ഒക്കെ UN പൊതുസഭ ഓരോ പ്രത്യേക വർഷങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ 2026 എന്താണ്? ഇനി സ്ത്രീകൾ കാർഷിക രംഗത്തേക്ക് വരികയാണ്. 2026 UN പൊതുസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാക്കി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? അത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 2026 ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കിലേക്കാണ്. കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലായിട്ട് ഇതിനു മുന്നിലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് തദ്ദേശ പുരസ്കാരങ്ങൾ സ്വരാജ് ട്രോഫിയെ കുറിച്ച്. അവിടെയും നമ്മൾ കോഡും കണക്ഷനും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തദ്ദേശ പുരസ്കാരങ്ങളെ കുറിച്ച്, സ്വരാജ് ട്രോഫിയെ കുറിച്ച് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ട് പോയതാണ്. വീണ്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇത് വളരെ ഹോട്ട് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടി റിവിഷൻ ആകണം. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക് ആയിട്ട് നമ്മൾ ഒന്നുകൂടി പഠിച്ച് തറമാക്കി പോകണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇതൊക്കെ ഹോട്ട് ടോപ്പിക് ആയിട്ട് കൊണ്ടുവരുന്നത്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് തദ്ദേശ പുരസ്കാരങ്ങൾ സ്വരാജ് ട്രോഫിയെ കുറിച്ചാണ്. കോഡും കണക്ഷനൊക്കെ വെച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ 2025 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ജില്ലയാണെന്നാണ്? അത് കൊല്ലം ജില്ലയാണ് അല്ലെ. കൊല്ലം കണ്ടവൻ എന്ത് വേണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇല്ലം വേണ്ട അല്ലെ. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. കൊല്ലം ജില്ലയാണ്. തദ്ദേശ പുരസ്കാരങ്ങൾ സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ആർക്കാണ്? അത് കൊല്ലം ജില്ലയ്ക്കാണ്. കൊല്ലം കണ്ടവൻ എന്ത് വേണ്ട? ഇല്ലം വേണ്ട. ഇനി രണ്ടാം സ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് അല്ലെ. തൊട്ട് താഴെ നമ്മുടെ തിരുവനന്തപുരം ഉണ്ടെന്നേ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം നൽകുന്നത്. അപ്പൊ ഒന്നാം സ്ഥാനം ഏതാണ്? കൊല്ലത്തിനാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാനം കൊല്ലം ജില്ല. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം തൊട്ട് താഴെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഉണ്ട് എന്നോർത്ത് വെച്ചേക്കാം. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തില് പുരസ്കാരം നേടിയത്, ഒന്നാം സ്ഥാനം നേടിയത് പെരുമ്പടപ്പ് മലപ്പുറമാണ്. ഒന്നാം സ്ഥാനം എവിടെയാണ്? പെരുമ്പടപ്പ് മലപ്പുറമാണ്. രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂരാണ്. കൊടകരയ്ക്കാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡാണ്. അപ്പൊ നോക്കിക്കേ, മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം എവിടെയാണ്? പെരുമ്പടപ്പ്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കൊടകര, മൂന്നാം സ്ഥാനം നീലേശ്വരം. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്? സ്ഥിരം നമ്മുടെ കോഡാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ്. അപ്പൊ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെട കൊടുക്കണം. എങ്ങനെ പെട കൊടുക്കണം? നല്ല പുറത്തിനിട്ട് പെട കൊടുക്കണം അല്ലെ. അപ്പൊ പെരുമ്പടപ്പ് മലപ്പുറം കണക്ട് ചെയ്ത് വെക്കാലോ. ഒന്നാം സ്ഥാനം എവിടെയാണ്? ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട കൊടുക്കണം, നല്ല പെട കൊടുക്കണം. എവിടെ ഇട്ട് കൊടുക്കണം? നല്ല പുറത്തിനിട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ മലപ്പുറം, പെരുമ്പടപ്പ് ഓർത്ത് വെക്കാം. രണ്ടാം സ്ഥാനം, ഇനി നല്ല പെട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് അങ്ങ് കരയുമല്ലേ. അപ്പൊ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂര്. നല്ല പെട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അങ്ങ് കരയും. അപ്പൊ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂര്. മൂന്നാം സ്ഥാനം, ഇനി നമ്മൾ നല്ല പെടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ നോക്കാൻ നേരത്ത് നല്ല നീലിച്ച് കിടക്കും അല്ലെ. നമ്മുടെ പുറ എങ്ങനെ കിടക്കും? നല്ല നീലിച്ച് കിടക്കും. അപ്പൊ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ്. ഓർത്ത് വെക്കാലോ. മൂന്നെണ്ണം സിമ്പിൾ അല്ലേ. ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂര്, മൂന്നാം സ്ഥാനം നീലേശ്വരം. നീലിച്ച് കിടക്കും, പുറത്ത് പെട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞ് നോക്കാൻ നേരത്ത് നീലിച്ച് കിടക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ്. സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത്, അത് വെളിയന്നൂർ കോട്ടയമാണ് അല്ലെ. വെളിയന്നൂർ കോട്ടയമാണ് ഒന്നാം സ്ഥാനത്ത്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്ത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനത്ത്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ഗ്രാമപഞ്ചായത്ത്
ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമങ്ങളിൽ പൊതുവെ ഏറ്റവും കൂടുതലുള്ളത് വിശാലമായിട്ടുള്ള വെളികളായിരിക്കും അല്ലെ. നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ വിശാലമായിട്ടുള്ള വെളികൾ ഗ്രാമങ്ങളിൽ ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? മലകൾ ഉണ്ടാകും. പിന്നെ ഓരോ ഗ്രാമങ്ങളിലെയും വീടുകൾക്ക് വിശാലമായ മുറ്റങ്ങൾ ഉണ്ടാകും അല്ലെ. ഓരോ ഗ്രാമത്തിലെയും ഓരോ വീടുകൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വീടുകളുടെ മുറ്റത്ത് വീടുകൾക്ക് വിശാലമായ മുറ്റം ഉണ്ടാകും എന്ന് ഓർത്താൽ മതി. അപ്പോ ഗ്രാമങ്ങളിൽ എന്തുണ്ടാകും? വെളി, മല, മുറ്റം അല്ലെ. അങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഒന്നാം സ്ഥാനം വെളിയന്നൂർ ആണ്. രണ്ടാം സ്ഥാനം ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരമാണ്. മൂന്നാം സ്ഥാനം മുറ്റമുണ്ട് മറ്റത്തൂരാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂരാണ്. ഉഴമലക്കൽ തിരുവനന്തപുരമാണ് കേട്ടോ. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ എന്നിവർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? സ്വരാജ് ട്രോഫിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അടുത്തതിലേക്ക് വന്നാൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഒരു സംശയവും വേണ്ട, തിരുവനന്തപുരമാണ്. മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒരു സംശയവും ഇല്ല, നിസ്സംശയം പറയുന്നു, അത് തിരുവനന്തപുരമാണ് മികച്ച നമ്മുടെ കോർപ്പറേഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരമാണ് നോക്കുന്നത്. മുനിസിപ്പാലിറ്റി ആരാണ്? ഗുരുവായൂരാണ്. രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം ആന്തൂർ നഗരസഭ കണ്ണൂരാണ്. എങ്ങനെ കോഡ് വെച്ച് കണക്ട് ചെയ്യും? മുനിസിപ്പാലിറ്റിയുടെ മുനീനെ നമുക്ക് എടുക്കാം. മുനിസിപ്പാലിറ്റിയിലെ മുനീനെ നമുക്ക് എടുക്കാം. മുനി ആദ്യം എവിടെയാണ്? ഗുരുവായൂരപ്പന്റെ അടുക്കൽ പോയി ഒന്ന് തൊഴുതോ. മുനി എവിടെയാണ്? ഗുരുവായൂരപ്പന്റെ അടുക്കൽ ആദ്യം പോയി ഒന്ന് തൊഴുതോ. പിന്നെ നമ്മുടെ വടക്കുന്നാഥന്റെ അടുക്കൽ വന്നു അല്ലെ. വടക്കുന്നാഥന്റെ അടുക്കൽ വന്നപ്പം പിണക്ക് ഉണ്ടാവാതിരിക്കാൻ എന്താണ്? ഒരു ആന്തൂറിയം പൂ കൂടി കൈ കരുതി. അപ്പൊ ആന്തൂർ നഗരസഭ. അപ്പൊ മുനി ആദ്യം ഗുരുവായൂരപ്പന്റെ അടുക്കൽ പോയി തൊഴുതു. ഗുരുവായൂരാണ് മുനിസിപ്പാലിറ്റി പുരസ്കാരത്തിൽ സ്വരാജ് ട്രോഫി മുനിസിപ്പാലിറ്റി പുരസ്കാരം ലഭിച്ചത്. ഒന്നാം സ്ഥാനത്ത് ഗുരുവായൂരാണ്. മുനി ഗുരുവായൂരപ്പന്റെ അടുക്കൽ പോയി. രണ്ടാമത് എങ്ങോട്ട് വന്നു? വടക്കുന്നാഥന്റെ എങ്ങോട്ട് വന്നു? രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം വടക്കുന്നാഥന്റെ അടുത്തേട്ട് വന്നപ്പം ഒരു ആന്തൂറിയം പൂ കൊണ്ടാണ് വന്നത്. ആന്തൂർ നഗരസഭ കണ്ണൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തേ. അപ്പൊ നമ്മള് സ്വരാജ് ട്രോഫി കിട്ടിയ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മികച്ച കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എല്ലാം കോഡ് വെച്ച് കണക്ട് ചെയ്ത് നല്ലതേ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുകയാണ്. സെറ്റ് ആയിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫാക്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ആദ്യം തന്നെ നമ്മൾ ഒരു മാസികയെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് മാസികയുടെ പേര്? രാജഹംസം എന്നാണ് മാസികയുടെ പേര്. മറ്റൊരു പാട്ടില്ലേടാ, രാജഹംസമേ നീ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? അപ്പൊ ആ പാട്ട് തന്നെ ഓർത്ത് വെച്ചേക്ക. ഒരു മാസികയാണ് രാജഹംസം എന്ന് പറയുന്ന മാസികയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ മാസിക എന്ന് പറയുന്നത്? രാജ്ഭവൻ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയാണ് രാജഹംസം എന്ന് പറയുന്നത്. അപ്പൊ രാജ്ഭവനിലെ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയുടെ പേരാണ് രാജഹംസം എന്ന് പറയുന്നത്. മറന്നുപോകത്തില്ലല്ലോ, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ രാജഹംസം. രാജ്ഭവനിലെ സൗഹൃദ അന്തരീക്ഷം ലക്ഷ്യമിട്ടുള്ള ചടങ്ങുകൾ, അതുപോലെ തന്നെ രാജ്ഭവനിലെ പ്രധാന പരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നടപടികൾ എന്നിവ ഈ മാസികയിൽ ഉൾപ്പെടുത്തും, ഇടം പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൗഹൃദ അന്തരീക്ഷങ്ങൾ, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നടപടികളൊക്കെ തന്നെ എന്താണ്? ഈ മാസികയിൽ ഇടം പിടിക്കും. ഏത് മാസികയാണ്? രാജഹംസം മാസിക. രാജ്ഭവനിലെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയാണ് രാജഹംസം എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷിലാണ് ഈ മാസിക തയ്യാറാക്കുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്ക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠനം, മാനസിക പിന്തുണ എന്നിവ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്ര എന്ന് പറയുന്നത്. എന്താണ്? സുരക്ഷാമിത്ര എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾ അല്ലെ. അപ്പോൾ അമ്മയോ അച്ഛനോ മരിച്ചുപോയി, പിന്നെ മറ്റൊരു കല്യാണം കഴിച്ചു, മാതാപിതാക്കൾ മറ്റൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് രണ്ടാനമ്മയോ രണ്ടാനച്ഛനോ ഒക്കെ രണ്ടാനമ്മയും രണ്ടാനച്ഛനും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും അല്ലെ. ഈ കുട്ടികൾക്ക് എന്താണ്? സ്വന്തം അച്ഛനമ്മമാർ നോക്കിയ, അതായത് ആ ഒരു പരിചരണവും കെയർ ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില അവസരങ്ങൾ നമ്മൾ ന്യൂസുകളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. എന്താണ്? വേണ്ട പരിചരണമോ അതുപോലെ തന്നെ വേണ്ട അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒന്നും നടത്തി കൊടുക്കാതെ, പഠനത്തിൽ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അവർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. ഈ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത്. പുനർവിവാഹിതരായ
വിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠനം മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ? അവരെയും സുരക്ഷിതരമാക്കണം അല്ലെ, അവരുടെ എന്താണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ച് പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരെയും നമുക്ക് സുരക്ഷിതരാക്കണം. അപ്പൊ സുരക്ഷാമിത്ര എന്ന് പറയുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണന കരുതലും ലഭിക്കാത്ത സാഹചര്യം കണ്ടെത്തി പരിഹരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഇതിനായി അധ്യാപകർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, സൗഹൃദ ക്ലബ്ബുകൾ എന്നിവയുടെ സേവനവും ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇതിന്റെ ഒരു പട്ടിക തയ്യാറാക്കി, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു പട്ടിക തയ്യാറാക്കി അവിടെ ചെന്ന് അവരെ കണ്ട് അവരുമായിട്ട് സംവദിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കുകയാണ് ഈ പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, എന്താണ് പദ്ധതി എന്ന് പറയുന്നത്? സുരക്ഷാമിത്ര എന്ന് പറയുന്നതാണ് പദ്ധതി. പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠനം, മാനസിക പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് സുരക്ഷാമിത്ര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗവേൺസ് മികവിന് സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം 5 ലക്ഷം രൂപ നേടിയത് ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗമാണ് കേട്ടോ. ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ 5 ലക്ഷം രൂപ നേടിയിട്ടുള്ളത്. ഏത് മികവിനാണെന്ന് ചോദിച്ചാൽ ഈ ഗവേൺസ് മികവിനാണ്. ഏത് മികവിനാണ്? ഈ ഗവേൺസ് മികവിനുള്ള സ്ഥാപനങ്ങൾക്കുള്ള 5 ലക്ഷം രൂപ പുരസ്കാരം നേടിയത് ആരാണ്? അത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗമാണ്. ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. IMD, ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർത്തു വെക്കുക. തീവ്ര കാലാവസ്ഥ പ്രവചിക്കുന്നതിനുള്ള കൃത്യത വർദ്ധിപ്പിക്കുന്ന മൾട്ടി ഹസാർഡ് എയർലി വാർണിംഗ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അല്ലെ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം വികസിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്ത് വികസിപ്പിച്ചതിനാണ്? മൾട്ടി ഹസാർഡ് എയർലി വാർണിംഗ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന ഗണിത കമ്പ്യൂട്ടർ മാതൃക വികസിപ്പിച്ചതിനാണ്, തദ്ദേശീയമായി വികസിപ്പിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗവേൺസ് മികവിനുള്ള സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമായിട്ടുള്ള 5 ലക്ഷം രൂപ നേടിയത് ആരാണ്? ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗം, IMD, ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് വികസിപ്പിച്ചതാണ്? തദ്ദേശീയമായിട്ട് എന്ത് വികസിപ്പിച്ചതിനാണ്? മൾട്ടി ഹസാർഡ് എയർലി വാർണിംഗ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം വികസിപ്പിച്ചതിനാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വരാം നമുക്ക്. 2025 സെപ്റ്റംബറിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അത് നമ്മുടെ പ്രവീൺ കുമാർ ആണ് കേട്ടോ. ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രവീൺ കുമാർ ആണ്. 2025 സെപ്റ്റംബറിലാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ ആണ്. എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇന്ത്യ ചൈന അതിർത്തി സംരക്ഷിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് ഫോഴ്സ് ആണ്. ഏതെന്ന് പറയുന്നത്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി സംരക്ഷിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് ഫോഴ്സ് ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിർത്തി സുരക്ഷ, അതുപോലെ തന്നെ ദുരന്ത രക്ഷാ പ്രവർത്തനങ്ങൾ, ആഭ്യന്തര സുരക്ഷ തുടങ്ങിയവയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. അതിർത്തി സുരക്ഷയുണ്ട്, ദുരന്തങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുരന്ത രക്ഷാ പ്രവർത്തനങ്ങളുണ്ട്, ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫോഴ്സിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായിട്ടുള്ളത് ആരാണ്? അത് പ്രവീൺ കുമാർ ആണ്. മറന്നുപോകരുത്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പ്രവീൺ കുമാർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിലേക്ക്, ഈ വർഷത്തെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയായ കിരൺ ദേശായിയുടെ നോവലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നോവലിന്റെ പേരെന്ന് പറയുന്നത്? ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നതാണ്. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നതാണ് നോവലിന്റെ പേരെന്ന് പറയുന്നത്. ഈ വർഷത്തെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയായ കിരൺ ദേശായിയുടെ നോവലാണ് ഏതെന്ന് പറയുന്നത്? ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നതാണ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കിരൺ ദേശായി എന്ന് പറയുന്നത് ഒരു പെണ്ണെഴുത്തുകാരിയാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ ആണാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഒരു പെണ്ണെഴുത്തുകാരിയാണ് നമ്മുടെ കിരൺ ദേശായി എന്ന് പറയുന്നത്. എന്താണ് നോവലിന്റെ പേര്? ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നതാണ് നോവലിന്റെ പേര്. 2006 കിരൺ ദേശായിയുടെ ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിനായിരുന്നു ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നത്. 2006 കേട്ടോ, ആ വർഷം ഓർത്തു വെക്കുക. 2006 കിരൺ ദേശായിയുടെ ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിനായിരുന്നു ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നത്. അങ്ങനെ 2 ദശകത്തോളം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷമാണ് പുതിയൊരു നോവൽ എത്തുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. എന്താണ്? ആ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയുടെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച നോവലാണ്, കിരൺ ദേശായിയുടെ നോവലാണ് ഏതെന്ന് പറയുന്നത്? ദ
ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. കിരൺ ദേശായിയുടെ അമ്മയും പ്രശസ്ത എഴുത്തുകാരിയുമായ അനിത ദേശായി, കിരൺ ദേശായിയുടെ അമ്മയാണ് അനിത ദേശായി, ഇവർ 3 തവണ എന്താണ് ബുക്കർ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പം അമ്മയായിട്ടുള്ള അനിത ദേശായി, കിരൺ ദേശായിയുടെ അമ്മയായ അനിത ദേശായി 3 തവണ ബുക്കർ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി പട്ടികയിലെ മറ്റ് എഴുത്തുകാരും കൃതികളും ഒന്ന് നോക്കിയാൽ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ആരൊക്കെയാണെന്നും ആ നോവലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പക്ഷെ കിരൺ ദേശായിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മാത്രം മതി. സൂസൻ ചോയ് ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ തന്നെ KT കിറ്റാമുറ ഓഡീഷൻ, ബെൻ മാർക്കോവിറ്റ്സ് ദ റെസ്റ്റ് ഓഫ് അവർ ലൈവ്സ്, ആൻഡ്രൂ മില്ലർ ലാൻഡ് ഇൻ വിന്റർ എന്ന് പറയുന്നതാണ്. അങ്ങനെ ഓരോ പട്ടികയിൽ ഇടം പിടിച്ച എഴുത്തുകാരും അവരുടെ കൃതികളെയും കുറിച്ചാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിന്റെ PDF നോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതിയാകും കേട്ടോ. വിജയികളെ നവംബർ 14 പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. 2025 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത കഥാകാരി ചന്ദ്രമതിയുടെ നോവൽ ഏതാണ്? കഥാകാരി ചന്ദ്രമതിയുടെ നോവലാണ് ഏതെന്ന് പറയുന്നത് ഒഴുകാതെ ഒരു പുഴ എന്ന് പറയുന്നത്. മതി മതി, പുഴ ഒഴുകിയതൊക്കെ മതി, ഇനി പുഴ ഒഴുകണ്ട അല്ലെ, ഒഴുകാതെ ഒരു പുഴയായാ മതി. മതി മതി, ചന്ദ്രമതിയുടെ മതി എടുക്കാം നമുക്ക്. ചന്ദ്രമതിയുടെ മതി എടുത്തു. മതി മതി, പുഴ ഒഴുകിയത് മതി, ഇനി ഒഴുകാത്തൊരു പുഴ മതി അല്ലെ, ഒഴുകാതെ ഒരു പുഴ മതി. അപ്പൊ ഒഴുകാതെ ഒരു പുഴ എന്ന് പറയുന്നതാണ് ചന്ദ്രമതിയുടെ നോവലാണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാം ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ 2025 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത കഥാകാരി ചന്ദ്രമതിയുടെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മതി മതി, പുഴ ഒഴുകിയെന്ന് മതി, ഇനി ഒഴുകാതെ ഒരു പുഴ മതി അല്ലേ. അപ്പൊ ഒഴുകാതെ ഒരു പുഴ എന്ന് പറയുന്നതാണ് നമ്മുടെ നോവൽ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തിടെ ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണ്? അടുത്തിടെ ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ, ഗുജറാത്ത് പോർബന്തറിന്റെ അടുത്ത് വെച്ചായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഈ കപ്പൽ എന്ന് പറയുന്നത് സൊമാലിയയിലേക്ക് പോയ ചരക്ക് കപ്പലാണ് കേട്ടോ. സൊമാലിയയിലേക്ക് പോയ ചരക്ക് കപ്പലാണ്. ഈ അടുത്ത് ഒരുപാട് കപ്പലുകൾക്കൊക്കെ തീ പിടിക്കുന്നുണ്ട് അല്ലെ, തീ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതും എന്താണ് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് എങ്ങോട്ടേക്ക് പോയതാണ്? സൊമാലിയയിലേക്ക് പോയ ചരക്ക് കപ്പലാണ്. ഗുജറാത്ത് പോർബന്തറിന്റെ അടുത്ത് വെച്ചാണ്. കപ്പലിന്റെ പേര് ഇതാണ്, PDI 1383 ഹരിദാസൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഹരിദാസനാണ് തീ പിടിച്ചിട്ടുള്ളത്. തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹരിദാസൻ എന്തായി? കരിദാസനായെന്ന് ഓർത്താൽ മതി. അപ്പൊ ചരക്ക് കപ്പലിന് തീ പിടിച്ചു. തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹരിദാസൻ എന്തായി? നമ്മുടെ കോഡ് വെച്ച് കണക്ട് ചെയ്തോ. ഹരിദാസൻ കരിദാസനായി. എന്തായി? കരിദാസനായി. അപ്പൊ എന്താണ് നമ്മുടെ കപ്പലിന്റെ പേര്? PDI. പിടിച്ചു, തീ പിടിച്ചു, PDI. അപ്പൊ PDIനെ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം? പിടിച്ചു, തീ പിടിച്ചുവിന്റെ പിടിച്ചു, PDI. പിടിച്ചു കഴിഞ്ഞപ്പോഴെന്താണ്? 1383 ഹരിദാസൻ കരിദാസനായി പോയി കേട്ടോ. ഹരിദാസൻ എന്തായി പോയി? കരിദാസനായി പോയി എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പലാണ്. പിടിച്ചു, PDI 1383 ഹരിദാസൻ കരിദാസനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എത്തുന്ന 500ാമത് കപ്പൽ ഏതാണ്? അത് MSC വെറോണയാണ് അല്ലെ. MSC വെറോണയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എത്തുന്ന 500ാമത്തെ കപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ വിഴിഞ്ഞത്തെ കുറിച്ച് ചോദ്യങ്ങൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള മേഖല തന്നെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. എല്ലാ PSC എക്സാമുകളും നോക്കിക്കഴിഞ്ഞാൽ, ഏത് എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വിഴിഞ്ഞത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് വന്നു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും അല്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ വിഴിഞ്ഞത്തെ റിലേറ്റ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ വിഴിഞ്ഞത്തെ കുറിച്ച് പഠിച്ചു വെക്കുക. എന്നാണ് വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തത്? വിഴിഞ്ഞം നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് അത് മെയ് 2-ാം തീയതിയാണ്. ഓർത്തു വയ്ക്കുക. എന്നാണ്? മെയ് 2-ാം തീയതിയാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ S. അയ്യർ ആണ്. വിഴിഞ്ഞത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ S. അയ്യർ ആണ്. എന്നാണ് കമ്മീഷൻ ചെയ്തത്? മെയ് 2-നാണ്. ഏത് താലൂക്കിലാണ് വരുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം വരുന്നത്. ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയണം? നെയ്യാറ്റിൻകര താലൂക്കിലാണ്.
ഇനി വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. ഏതാണ്? ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ എന്ന് പറയുന്നത്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ചോദിക്കുവാണെങ്കിൽ അത് സാൻ ഫെർണാണ്ടോയാണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോയാണ്. ഇനി വിഴിഞ്ഞത്തെത്തിയിട്ടുള്ള ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ചോദിച്ചാൽ അതേതാണ്? MSC ഐറിനെയാണ്. ഐറിനെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി MSC തുർക്കിയും വന്നിട്ടുണ്ട്. ഇല്ല എന്നല്ല, തുർക്കിയും വന്നിട്ടുണ്ട്. കപ്പലായിട്ട് MSC തുർക്കിയും വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചോദിക്കുവാണെങ്കിൽ ഷെൻഹുവ 15 ആണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോയാണ്. ഇനി വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ചോദിക്കുവാണെങ്കിൽ അത് MSC ഐറിനെയാണ്. MSC തുർക്കിയും എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ MSC തുർക്കി വിഴിഞ്ഞത്തെത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടുണ്ട്. അതെന്താണ്? ഒരു പരിസ്ഥിതി സൗഹാർദ്ദ കണ്ടെയ്നർ ഷിപ്പാണ്. അത് ഏപ്രിലാണ് എത്തിയത് കേട്ടോ. ഏപ്രിലാണ് വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. വിഴിഞ്ഞം രാജ്യാന്തര. ഇനി മെയിൻ ആയിട്ട് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തുന്ന 500ാമത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് MSC വെറോണയാണ്. MSC വെറോണയാണ് വിഴിഞ്ഞത്തെത്തിയ 500ാമത്തെ കപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. എവിടെയൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതിലേക്ക് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നാൽ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആഘോഷിക്കാൻ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചത് എവിടെയാണ്? ബോട്സ്വാനയിലാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് കൊണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി പൊതു അവധി കൊടുത്തിരിക്കുകയാണ്. എവിടെയാണ്? ബോട്സ്വാന. ബോട്സ്വാനയിലെ സ്വാന ആസ്വദിക്കാൻ, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ബോട്സ്വാനയാണ് കേട്ടോ. ബോട്സ്വാനയിലാണ് ഒരു പൊതു അവധി കൊടുത്തിട്ടുള്ളത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കിട്ടിയത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പൊതു അവധി കൊടുത്തത് എവിടെയാണ്? ബോട്സ്വാനയിലാണ്. അടുത്തത്, കേരളത്തെ 2031 പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാർ ഏതാണെന്നാണ്? വിഷൻ 2031 ആണ്. എന്താണ് സെമിനാറിന്റെ പേര്? വിഷൻ 2031 എന്ന് പറയുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും ഈ 31ന്റെ പ്രത്യേകത? 31 ആകുമ്പോൾ 2031 ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ്? കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 75ാം വാർഷികമായിരിക്കും ആഘോഷിക്കുന്നത്. അതാണ് വിഷൻ 2031 എന്ന് പറഞ്ഞ പേര് നൽകി നമ്മൾ 31ന്റെ പ്രത്യേകത. അപ്പൊ കേരളത്തെ 2031 പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ കേരളത്തെ 2031 പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാർ ചോദിച്ചാൽ അത് വിഷൻ 2031 ആണ്. 2031ന്റെ പ്രത്യേകത എന്താണ്? 2031 ആകുമ്പോഴെന്താ? കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 75 വാർഷികമാവും, 75ാം വാർഷികമാവും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അന്നാണ് വിഷൻ 2031 എന്ന് പറയുന്ന ഒരു സെമിനാർ അല്ലെ, കേരളത്തെ 2031 പുരോഗമനവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാർ ആണ് വിഷൻ 2031 എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നല്ല മനോഹരമായിട്ട് വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഫാക്റ്റുകൾ പഠിച്ചു. അങ്ങനെ റെക്കോർഡ് നമ്മുടെ ഹോട്ട് ടോപ്പിക് പഠിച്ചു. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. വളരെ സന്തോഷമായിട്ടും വളരെ വിജയകരമായിട്ടും കോഡും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ നല്ല ഉഷാറായിട്ട് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ 10:30യുടെ ലൈവ് കാണുക. ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ റെക്കോർഡ് കണ്ടാലും മതി. വളരെ വിജയകരമായിട്ട്, കാരണം കറണ്ട് അഫയേഴ്സിന് എപ്പോഴും ഒരു വെയിറ്റേജ് മാർക്ക് എന്നും ഉണ്ട്. ആ വെയിറ്റേജ് മാർക്ക് നിങ്ങൾ നേടിത്തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും എന്തെങ്കിലും രസകരമായിട്ടുള്ള ഫാക്റ്റുകളും കണക്ഷൻ കോഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടും ബോറടിക്കാതെ വളരെ രസകരമായിട്ടാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ വളരെ രസകരമായി, എത്രത്തോളം രസകരമാക്കാൻ പറ്റുമോ അത്രത്തോളം രസകരമാക്കിയാണ് നമ്മുടെ ഓരോ ക്ലാസ്സും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ലൈവിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ 10:30യുടെ ലൈവില്, രാവിലെ 10:30യുടെ ലൈവില് എത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ
റെക്കോർഡ് കണ്ടാലും മതി, പക്ഷെ ഒരു ദിവസം പോലും ഇടാ നിങ്ങൾ മിസ്സാക്കരുത്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി വരുന്ന എക്സാമുകളുടെ ഒരൊറ്റ ലക്ഷ്യം കറണ്ട് അഫേഴ്സിൽ നിന്ന് ഒരൊറ്റ മാർക്കും പോകത്തില്ല. സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി വരുന്ന എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്ത് ലിസ്റ്റിൽ വരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുത്ത ഒരാളുടെ കീഴിൽ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ കീഴിൽ പണിയെടുക്കാൻ ആളുകൾ ഉണ്ടാവണം കേട്ടോ. റിസ്ക് എടുത്തവന്റെ കീഴിൽ എപ്പോഴും പണിയെടുക്കാൻ ആളുകൾ ഉണ്ടാവും. റിസ്ക് എടുക്കാത്തവൻ എന്താണ്, റിസ്ക് എടുത്തവന്റെ കീഴിൽ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ പണിയെടുക്കണോ നിങ്ങൾക്ക്? വേണ്ട. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക, ഉഷാറായിട്ട് പഠിക്കാൻ തയ്യാറാകുക. ഒരു ചടങ്ങ് കൂടിയുണ്ട്, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. 2025 ജൂലൈ മാസത്തിൽ വിയറ്റ്നാമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളുക. കഴിഞ്ഞ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറയാടാ, വിവിധ ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ ബ്രഹ്മ ബാച്ച്, നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമുകൾ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള, വിവിധ ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചാണ് ബ്രഹ്മ ബാച്ച് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പ്രിന്റബിൾ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും PDF മെറ്റീരിയലും റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെയാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻസ്, മറ്റു ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ്, ഇനി വരുന്ന എക്സാമിന്റെ ഇമ്പോർട്ടൻസ്, ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നത് ഇനി വരുന്ന ഓരോ നോട്ടിഫിക്കേഷനുമായിരിക്കണം, ഇനി വരുന്ന ഓരോ എക്സാമുകളുമായിരിക്കണം എന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, കഷ്ടപ്പെടുക, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നിങ്ങൾ എത്തുക എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ രാവിലെ 10:30 ആവുമ്പോൾ നമ്മുടെ ലൈവിൽ നമുക്ക് കാണാം. ഡെയിലി കറണ്ട് അഫേഴ്സുമായിട്ട് നാളെ 10:30 നമുക്ക് ലൈവിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതുവരേക്കും ബൈ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ഓൾ.